സീരിയലുകൾക്കെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. ചില സീരിയലുകൾ മാരകമായ വിഷം തന്നെയാണ്. തന്റെ അഭിപ്രായത്തിന് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചെന്നും പ്രേംകുമാർ പറഞ്ഞു. സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമെന്നായിരുന്നു പ്രേംകുമാറിന്റെ നേരത്തെ വിമർശനം. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ജീവിത പരിസരങ്ങളെയൊക്കെ വല്ലാതെ മലീമസമാക്കുകയും ജീവിത ബന്ധങ്ങളെയൊക്കെ വല്ലാതെ ശിഥിലമാക്കുകയും നമ്മുടെ ഭാഷയെ, സംസ്കാരത്തെ, ശ്രേഷ്ഠമായ പൈതൃകത്തെയൊക്കെ വല്ലാതെ വികൃതപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത് അങ്ങനെ ഒരു സാംസ്കാരിക വിഷം കൂടി മലയാളികൾ തീണ്ടുന്നുണ്ട് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് ഇത്തരം ചിലത് അത് അടിവരയിട്ട് തന്നെ പറയണം. അത് എൻഡോസൾഫാനെ പോലെ സമൂഹത്തിന് അപകടമാണ് എന്നത്. കല എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത് അതൊരു ജനസമൂഹത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കലാസൃഷ്ടി, കലാപ്രവർത്തനം, കലാകാരൻ ഒരല്പം ഒന്ന് പാളിപ്പോയാൽ അതൊരു ജനതയെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നവർ തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അത് കൈകാര്യം ചെയ്യണം എന്ന ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ആ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, പ്രേംകുമാർ പിന്നോട്ടില്ല അല്ലേ ഈ വിഷയത്തിൽ? വിജയകുമാർ, തീർച്ചയായും കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകൾ എൻഡോസൾഫാനേക്കാൾ വിഷം എന്നതായിരുന്നു പ്രേംകുമാറിന്റെ പ്രസ്താവന. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരിക്കുകയാണ് അത്തരത്തിൽ ഒരു പ്രസ്താവന അല്ലെങ്കിൽ പരാമർശം പ്രേംകുമാർ നടത്തിയതെന്നതും ശ്രദ്ധേയമായിരുന്നു. ഈ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് പ്രേംകുമാർ വീണ്ടും അടിവരയിട്ട് പറയുന്നത്. പ്രേംകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഈ സീരിയൽ സംഘടനയായ ആത്മയും KB ഗണേഷ് കുമാർ അടക്കം രംഗത്ത് വന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഇന്നും പ്രേംകുമാർ ആവർത്തിക്കുന്ന കാര്യം. തിരുവനന്തപുരത്ത് നടന്ന ഒരു പൊതുപരിപാടിയിലാണ് നിലപാട് വീണ്ടും പ്രേംകുമാർ ആവർത്തിച്ചിരിക്കുന്നത്. താൻ പറഞ്ഞത് ഈ മുഴുവൻ സീരിയലുകളെയും അല്ല, ചില സീരിയലുകളെ കുറിച്ചാണ് താൻ അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് എന്നതാണ് ഇന്നത്തെ പ്രേംകുമാറിന്റെ പ്രസ്താവന. കലാസൃഷ്ടി അല്പം പാളിയാൽ ഒരു ജനതയെ അത് അപജയത്തിലേക്ക് നയിച്ചേക്കാം എന്നതാണ് പ്രധാനമായും ഇന്ന് പ്രേംകുമാർ പറഞ്ഞ കാര്യം. ചില സീരിയലുകൾ മാരകമായ വിഷം തന്നെയാണെന്ന നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ സീരിയലുകൾ കുടുംബ സദസ്സുകളിലേക്ക് എത്തുന്നവയാണ്. ഇത്തരം കാഴ്ചകളിലൂടെ വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതമെന്ന് കരുതുമെന്നും ഈ ചടങ്ങിൽ പ്രേംകുമാർ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിത വീക്ഷണം രൂപപ്പെടുമെന്നതാണ് പ്രേംകുമാർ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്ന കാര്യം. തന്റെ അഭിപ്രായത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചത് വലിയ സ്വീകാര്യത എന്നും പ്രേംകുമാർ എന്തായാലും പറയുന്നുണ്ട്. അതായത് താൻ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പ്രേംകുമാർ ഇന്നും ആവർത്തിക്കുന്ന കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രേംകുമാറിന് സീരിയൽ സംഘടനയെ ആത്മ തുറന്ന കത്തെഴുതിയിരുന്നു. അതിന് പിന്നാലെ ഇക്കാര്യത്തിൽ ഇന്ന് ആവർത്തിച്ച അതേ നിലപാട് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പ്രേംകുമാർ മറുപടിയും നൽകിയിട്ടുണ്ട്. പക്ഷേ KB ഗണേഷ് കുമാർ ഉൾപ്പെടെ ഇതിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന സംഘടനയാണ് പ്രേംകുമാറിനെതിരെ രംഗത്ത് വന്നത്. LDFന്റെ ഭാഗമായ KB ഗണേഷ് കുമാറും ഒപ്പം LDF ഭരിക്കുന്ന ഘട്ടത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ പ്രേംകുമാറും കൊമ്പ് കോർക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും തന്റെ നിലപാടിൽ പ്രേംകുമാർ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. വിജയകുമാർ, സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷം എന്നതായിരുന്നു പ്രേംകുമാറിന്റെ വിമർശനം. അതിനോട് സീരിയൽ താരങ്ങളുടെ സംഘടന ആത്മ വലിയ വിമർശനം പ്രകടിപ്പിച്ചു, ഒരു കത്തയച്ചു. അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. അപ്പോഴും പ്രേംകുമാർ പറയുന്നു, ഞാൻ നേരത്തെ എന്താണോ പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പൊതുസമൂഹത്തിൽ വലിയ ചർച്ച നടക്കണം, ആ ചർച്ചയ്ക്ക് വേണ്ടി ഉന്നയിച്ചതാണ്, അതിൽ പിന്നോട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.